സുനനുഹു വുളുവിൻ്റെ സുന്നത്തുകൾ സിവാക്കു ബി ഖശനിൻ ഒരമുള്ള സാധനം കൊണ്ട് മിസ്വാക്ക് ഈ ആയത്ത് സുന്നത്തതാണ്. പിന്നെ തസ്മിയത്ത് അവലോ തുടക്കത്തിൽ തന്നെ ബിസ്മിയല്ലി തുടങ്ങുക. വസുൽ ഖഫൈനി മുൻകൈ കഴിയുക. വൽമകത്തു വായിൽ വെള്ളം കൊപ്പിളിക്കുക. വല്ലിസ്തിൻഷാക്കു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അപ്പോൾ സുകുല്ലി റസി വല്ലുദിനേനി തല മുഴുവനും തടവുക, രണ്ട് ചെവിയും തടവുക. തല മുഴുവൻ തടവൽ, തല അല്പം തടവൽ നിർബന്ധമാണ്, തല മുഴുവനും തടവൽ സുന്നത്ത്. വലുതിനെ രണ്ട് ചെവിയും മുഴുവൻ തടവുക. ഒരു മുവാലാത്തു തുടർച്ചയാക്കുക, ഓരോ അവയവം കഴിഞ്ഞാൽ അടുത്ത് ഉടനെ ചെയ്യുക. അതിൽക്കുല്ലാതായി അവയവങ്ങൾ തേച്ച് കഴിയുക. തഖദീമുല്യം ഞാനുസുറ ഇടത്തതിനേക്കാൾ വലത്തതിനെ മുന്തിക്കുക. തസ്ലീസും 3 വട്ടം ചെയ്യുക. താഹുദുൽ മഅത്തിഫി ചുക്കിച്ചൊളിഞ്ഞ സ്ഥലങ്ങളൊക്കെ സൂക്ഷിച്ച് കഴിയുക. വൽമൂക്കി പീളക്കുയി വല്ലക്കബി അടമ്പുംകാല് ഇതൊക്കെ കഴിയുക. കിബിലക്ക് മുന്നിടുക. താരത്തിൽ ഉറത്തി വത്തഹജിയിൽ മുഖവും കൈക്കാലുകളും നീട്ടി കഴിയുക എന്നൊക്കെ പറഞ്ഞത്. തഹയിലുള്ള ലഹിയത്തിൽ കെസ്സ തിങ്ങിയതാടി ദിക്കകറ്റുക. വല്ലസാബി വിരലുകളും തർക്കത്തൊക്കെല്ലാം ഈ സംസാരം ഒഴിവാക്കുക. വഷർബയും വലു എടുത്ത വെള്ളത്തിൻ്റെ ബാക്കിയിൽ നിന്ന് കുടിക്കുക. വലു എന്ന് പറഞ്ഞാൽ വലു എടുത്തുന്ന വെള്ളം എന്നാണ്. ആ വെള്ളത്തിൻ്റെ ബാക്കിയുള്ളതിൽ നിന്ന് കുടിക്കുക. ഈ ഖബരിൻ ഫിയയിൽ ഹദീസ് ഉണ്ട്, കാരണം അങ്ങനെ കുടിക്കാനെന്ന് ഹദീസ് ഉണ്ട്. വായക്കൂല എന്താ ഗുസ്ലി കൊല്ലിയൊലുവിൻ ഓരോ അവയവവും കൈകുമ്പോൾ പറയുക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഷഹാദത്ത് കഴിയുമ്പോൾ ദിക്ർ ഓരോ അവയവത്തിലും ചെല്ലൽ പ്രത്യേക സുന്നത്തുണ്ട്. അതെന്താ അതിൽ ഹദീസ് ഉണ്ട്. ഖബറിൽ മുസ്തഗ്ഫിരി വൽ ഹലീമി, ഈ 2 റിപ്പോർട്ടർമാരാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്ത 2 പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞു. മുസ്തഗ്ഫിരിയും ഹലീമിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട് അതിൽ. വായക്കൂല സലാസൻ അഖ്ബൽ വുളു എടുത്തു കഴിഞ്ഞാൽ 3 വട്ടം പറയാ. നമ്മളൊക്കെ ഒരൊറ്റ സാധാരണ പറയലുള്ളൂ, 3 വട്ടം പറയണമെന്നാ. എന്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറയാ 3 വട്ടം. അല്ലാഹ്, അതിനും വലിയ മഹത്വമുണ്ട്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല, അതിൻ്റെ ബാക്കിയുള്ളതുകൊണ്ട് ഇതാ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇത് ചൊല്ലിയാൽ, ഈ ദുആ ചൊല്ലിയാൽ എന്താണ്, അവനിക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ വുളുവിൻ്റെ ശേഷം ഇത് ചൊല്ലിയാൽ സ്വർഗത്തിൻ്റെ 8 കവാടം തുറന്നു കിട്ടും. ഹദീസിൽ കാണാം. സ്വഹീഹ് ഹദീസ് തന്നെ, വളരെ സ്വഹീഹായ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിലിപ്പോൾ നമ്മൾ ഷഹാദത്ത് കലിമൻ്റെ അർത്ഥം നമുക്കറിയാം, നമ്മൾ സാധാരണ പറയുന്നതാണ്. ഇനി അതിന് ശേഷം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ അല്ലാഹുവേ ജഅൽനി മിനത് തവ്വാബീൻ, എന്നെ നീ തൗബാ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വജഅൽനി മിനൽ മുതതഹിരീൻ, എന്നെ ശുദ്ധിയുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, നല്ല അടിമകളിൽ സ്വാലിഹീങ്ങളായ അടിമകളിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക, എന്നോട് ഞാൻ പൊറുക്കല്ല തേടുന്നു. വഅതൂബു ഇലൈക, എന്നോട് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്ന് പറയാം. വശർത്തുഹു, ഇതിൻ്റെ ഷർത്ത്, ഇതിൻ്റെ ഷർത്തുണ്ട്. എന്തൊക്കെ വുളുവിൻ്റെ ഷർത്തുള്ളത് എന്താണ് അതുകൂടി പറയട്ടെ. ഷർത്തുഹു, വുളുവിൻ്റെ ഷർത്ത് കൽ ഗുസ്ലി, കുളിയെപ്പോലെ തന്നെ എന്താണ് വുളുവിനുള്ള ഷർത്തുള്ളത്? എന്താണ് നിബന്ധന? വുളു ഉണ്ടാക്കണമെങ്കിൽ മുമ്പുള്ള ഇത് ഈ പറയുന്ന കാര്യം ഒത്താലേ വുളു ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെന്താ? ഒന്ന് മാവ് മുത്തലക്കായ വെള്ളമാവണം. എന്താണ്? നിരുപാധിക വെള്ളം, വേറെ ഒരു പേര് പറയാത്ത വെള്ളം എന്ന് പറയുന്ന വെള്ളം. വയറു മുസ്താമലിൻ ഫിഫർലിൻ, ഫർലിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളമായിരിക്കണം. വയറു മുത്തനജിസിൻ, നജിസായ വെള്ളവും ആവരുത്. വയദ് മുഹായിലിൻ അലാ കുല്ലി ഉളുവിൻ, എല്ലാ അവയവത്തിൻ്റെ മേലും മറയില്ലാതിരിക്കണം. വെള്ളം അങ്ങോട്ട് ചേരുന്ന വെള്ളം ചേരലിനെ തടയുന്ന മറ ഉണ്ടാവരുത്. പിന്നെ കനൂറത്തിൻ, ചുണ്ണാമ്പ് പോലത്തെ, അവസിൻ, ചളി, താത്തലോഫിൻ, നഖത്തിൻ്റെ താഴെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവരുത്. ഇത്രയും കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അവിടെ വന്നോട്ടെ. ഇനി നമുക്ക് അടുത്ത ഫസ്സിലാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ബാബ്, നിസ്കാരത്തിൻ്റെ ബാബിലെ ഒന്നാമത്തെ വിഷയമാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ വിഷയം നമുക്ക് നാളെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. വലിയ മഹത്തുള്ള കിതാബ്. അതൊക്കെ കുറേ 1-2 നൂറ്റാണ്ട് മുമ്പ്, നമ്മൾ നാൾ പറഞ്ഞില്ലേ, 3-4 നൂറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കി അന്ന് മുതൽ മഹാന്മാർ ഓതിപ്പോരുന്ന കിതാബാണ്. പടച്ചോനെ എത്ര ബർക്കത്തുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ ഫിൽ ഹദസ്. പറയാനുള്ളത് ഫസ്ലുൻ ഫിൽ ഹദസ് ആണ്. അതായത് അശുദ്ധിനെ കുറിച്ചുള്ള ഫസ്ല്, ചെറിയൊരു വിഷയം. അശുദ്ധി ഉണ്ടാവൽ എങ്ങനെയാണ്, അതാണ് ഇതിൽ പറയുന്നത്. അസ്ബാബുഹു അർബഅത്തുൻ, അശുദ്ധി ഉണ്ടാകുന്ന, അതായത് ചെറിയ ശുദ്ധി ഉണ്ടാകുന്നതാണ് ഇപ്പം പറഞ്ഞത്. ചെറിയ ശുദ്ധി ഉണ്ടാകുന്ന കാരണങ്ങൾ 4 എണ്ണമാണ്.
അല്ലവൽ ഒന്ന് തയക്കുനു ഖുറൂജി ഷൈഇൻ, ഒരു വസ്തു പുറപ്പെട്ടു എന്ന് ഉറപ്പാവലാണ്. വലോ റീഹൻ, അത് കാറ്റായാലും ശരി, വസ്തു എന്ന് പറഞ്ഞാൽ ഒരു കാറ്റാണെങ്കിലും ശരി, കാറ്റായാലും അങ്ങനത്തെ ഒരു വസ്തു പുറപ്പെട്ടു എന്ന് ഉറപ്പാകുക. എവിടെ നിന്ന്? മിൻ അഹദിസ് സബീലൈനി, രണ്ടാൽ ഒരു വഴിയിലൂടെ, നമ്മുടെ രണ്ടാലൊരു വഴി, അതായത് മുന്തുവാരം പിന്തുവാരം. അവിടെ നിന്ന് ഏതൊഴിച്ചില്ലൽ മനീയൊഴികെ. മനീയ പുറപ്പെട്ട ചെറിയ ശുദ്ധി ഉണ്ടാവില്ല, അത് വലിയ ശുദ്ധി ഉണ്ടാകുക. അപ്പം ചെറിയ ശുദ്ധിയുടെ കാരണം അല്ല. മനീയന ഇന്ദ്രിയം, ബീജം. അസാനി, രണ്ടാമത്തത് സവാലുൽ അഖ്ലി ബിനൗമിൻ, ഉറക്കം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെടലാവുന്നു. ഉറക്കം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെടുക. ഏതാണത്? ഏതുറക്കം ഒഴികെ? ഇല്ലാ നൗമ മുമക്കിനി മക്അദഹു, മുമക്കിനിൻ മക്അദഹു, തൻ്റെ ഇരിപ്പിട സ്ഥാനം ഉറപ്പിച്ചിരുന്ന് ഉറങ്ങുന്നവൻ്റെ ഉറക്കൊഴികെ. ഇരിപ്പിട സ്ഥാനം ശരിക്കും ഉറപ്പിച്ചിരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ് ഒരാൾ, അയാളെ ഉറക്കം കൊണ്ടെന്താവില്ല, ബുദ്ധി ഈ ഒളും മുറിയില്ല. അതല്ലാത്ത നിലക്കുള്ള ഉറക്കം കൊണ്ട് ബുദ്ധി നീങ്ങുക, ഒളു മുറിയും, ചെറിയ ശുദ്ധി ഉണ്ടാവും. അസാലിസ്, മൂന്നാമത്തത് മസ്സു ഫർജിൽ ആദമിയി ബിബത്തിനുൽ കഫി, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടലാണ്. തൊട്ടാളുടെ ഒളു മുറിയുള്ളൂ, തൊടപ്പെട്ടാളുടെ ഒളു അവിടെ മുറിയില്ല. അറാബിയു, നാലാമത്തത് തലാഖി ബശറത്തി ദക്കരിൻ വഉൻസ അജ്നബിയ്യൈനി കബീറൈൻ, വലിയവരായ അന്യവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. അവിടെ അജ്നബിയ്യൈനി അന്യവർ, കബീറൈനി വലിയവർ, അങ്ങനെയൊക്കെയാണ്. ദക്കർ പുരുഷൻ, ഉൻസ സ്ത്രീ, ബശറന തൊലി, ബശറത്ത്. അപ്പം രണ്ടാവിടെ എത്തും. വലോ തയക്കനൽ വുളു, ആ ഒരാൾക്ക് വുളു ഉണ്ടെന്ന് ഉറപ്പാണ്, എന്നിട്ട് വശക്ക ഫിൽ ഹദസി, അശുദ്ധിയുടെ കാര്യത്തിലേക്ക് സംശയം വന്നു. വുളു ആദ്യം എടുത്തെന്ന് ഉറപ്പേനി, വുളു ഉണ്ടാക്കിയാണ് പോന്നി, പിന്നെ ഇപ്പം എനിക്ക് വുളു മുറിഞ്ഞോ ഇല്ല എന്നൊരു സംശയം. എന്നാലും മെജിബിൽ വുളു നിർബന്ധമില്ല, പിന്നെ വുളു ഉണ്ടാക്കേണ്ടതില്ല. എന്നാൽ അതേ സ്ഥാനത്ത് വലോ തയക്കനൽ ഹദസ, ഒരാൾക്ക് അശുദ്ധിയാണെന്ന് ഉറപ്പുണ്ട്, അശുദ്ധി ഉണ്ടെന്ന് ഉറപ്പായിന്, അശുദ്ധി അതിന് വുളു മുറിഞ്ഞിരുന്നു എന്ന്. വശക്കഫിൽ വുളു, ഈ വുളു ഉണ്ടാക്കിയോ ഇല്ലേ എന്നാണ് സംശയം. എന്നാ വജബൽ വുളു, അവിടെ വുളു ഉണ്ടാക്കൽ നിർബന്ധവും ആകുന്നു. ആ ഫസ്ല് അവിടെ കഴിഞ്ഞു കേട്ടോ. മാഷാ അല്ലാഹ്. ഇനി അടുത്ത ഫസ്ലും ബിൽ ഗുസ്ലി, കുളിയിലുള്ള ഫസ്ലാണ്. കുളിയെ സംബന്ധിച്ചാണ് അടുത്ത ഫസ്ലിൽ പറയും. മൂജിബു, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുളി എങ്ങനെ നിർബന്ധമാകുക? അത് ദുഖൂലു ഹഷ്ഫത്തിൻ, ഹഷ്ഫ കടക്കുക. ഹഷ്ഫ എന്ന് പറഞ്ഞാൽ ലിംഗാഗ്രഭാഗം നമ്മുടെ, അതാണ് ഹഷ്ഫ. അത് പ്രവേശിക്കലാണ്. ഫി ഫർജിൻ, ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിക്കും. വലോ ലി ബഹീമത്തിന്, നാക്കാലിയുടെ ഗുഹ്യസ്ഥാനാണെങ്കിലും ശരി, നാക്കാലിയുടെ ഗുഹ്യസ്ഥാനത്തിൽ കടന്നാലും. അപ്പം ലിംഗാഗ്രം കടന്നാൽ കുളി നിർബന്ധമാണ്. അതിന് ഇന്ദ്രിയം പുറപ്പെടണമെന്നില്ല. കടക്കലോട് കൂടെ എന്തായി, കടത്തിയവരുടെയും മറ്റേ കടക്കപ്പെട്ടവരുടെയും കുളി നിർബന്ധമാവും കേട്ടോ, മനുഷ്യൻ്റെതാവുമ്പോഴേ. ഖുറൂജ് മനിയ്യമിൻ, രണ്ടാമത്തെ ഇന്ദ്രിയം പുറപ്പെടുക. മൂന്നാമത്തെ കാര്യം മൗത്തു ഗൈറു ഷഹീദ്, ഷഹീദ് അല്ലാത്തവർ മരിക്കുക. ഷഹീദായിട്ടുള്ള മരണം അല്ലാത്തവർക്കുള്ള മരണമൊക്കെ. അപ്പോൾ അവർക്ക് കുളി നിർബന്ധമാണ്. ചോല് കുളിക്കലല്ല, ഓലെ കുളിപ്പിച്ചു കൊടുക്കുക, അതാണ്. പിന്നെ മറ്റൊരു കാര്യം കിത്താവു ഹൈലിൻ വനിഫാസ്തൻ, സ്ത്രീകൾക്കുണ്ടാവുന്ന ഹൈല്, ആർത്തവം മുറിയ, അതുപോലെ പ്രസവരക്ത നിഫാസ്, അത് മുറിഞ്ഞാലാണ് കുളി നിർബന്ധം. പിന്നെ വിലാദത്തുൻ, പ്രസവം എന്നുള്ളത് ഒരു സെപ്പറേറ്റ്, ഇനി കുളി വേണം. ഹലോ ബിലാ ബലളി, ഒരു നനവും ഇല്ലാതെയാണ് പ്രസവിച്ചത്. കുട്ടി ജനിച്ചപ്പോൾ ഒരു നനവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, ആ കുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാലും എന്ത് ചെയ്യണം? കുളിക്കണം. അപ്പം ഇതിനെപ്പറ്റി പറയാം. ഫുറൂലുഹു, കുളിയുടെ ഫറലുകൾ ഷൈആനി, രണ്ടെണ്ണമാണ്. 2 ഫറലാണ് എന്തിനുള്ളത്? കുളിക്കുള്ളത്. വുളൂവിന് 6 ഫറലായിരുന്നു, കുളിക്ക് 2 ഫറൽ. ഏതാണത്? അഹദുഹുമാൻ, ഒന്ന് നിയ്യത്തു അതായി ഫർദിൽ ഗുസ്ലി, കുളി എന്ന ഫർദിനെ വീട്ടുന്നു എന്ന് കരുതലാണ്. ഇന്ത അവലി ഗുസ്ലി ജുസീം മിനൽ ബദനി, ശരീരത്തിൽ നിന്നുള്ള ആദ്യത്തെ ഭാഗം കൈകുമ്പം. അത് ഇന്നലെ പറഞ്ഞതുപോലെയാണ്. ആദ്യം തന്നെ നിയ്യത്ത് വെച്ചാൽ ആദ്യം മുതൽ തന്നെ കിട്ടും.
അല്ല, എവിടെയാണോ നിയ്യത്ത് വന്നത് അവിടെ മുതലേ ആദ്യമായിട്ട് കൂട്ടുള്ളൂ. നമ്മൾ കുളിച്ചാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ നിയ്യത്ത് എന്നാൽ അവിടെ മുതൽ നമ്മൾ ഫർലായ കൈകൾ അവിടുന്ന് തുടങ്ങുള്ളൂ. പിന്നെ ആ നിയ്യത്തിന് മുമ്പ് കയ്യ ഭാഗം വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? നിയ്യത്തിന് ശേഷം കൈകേണ്ടി വരും. അതാണ്. അപ്പോൾ ശരീഅത്തിൽ നിന്നുള്ള ഒരു ഭാഗത്തെ കൈകുന്നതിൻ്റെ ആദ്യത്തിൽ തന്നെ കുളി എന്ന ഫർദിനെ വെട്ടുന്നു എന്ന് കരുതുക. അസാനീമ രണ്ടാമത്തത് ഗസ്ലു കുല്ലിൽ ബദൻ, ശരീരം മുഴുവനും കൈക. ബാത്തിൽ കുൽഫൻ്റെ ഉള്ളുവരെ കൈകണം. അതായത് മാർഗം കഴിക്കാതെ നിൽക്കുന്ന ആളാണെങ്കിൽ, സുന്നത്ത് കർമ്മം നടത്താത്ത ശലാകർമ്മം നടത്താത്ത ആളാവുമ്പോൾ ഇവർക്ക് ആ തോലുണ്ടാവില്ല, ലിംഗത്തിൻ്റെ പുറത്ത് കൊണ്ടാകുന്ന തോലുണ്ടാവും. അപ്പോൾ ആ തോലിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിച്ച് കൈകണ്ടി വരും. മാർഗം കഴിച്ചാൽ പിന്നെ ആ പ്രശ്നമില്ല. അതാണ് കുൽഫൻ്റെ ഉള്ളു കാരണം. വൈസന്നു തസ്മിയത്തു ബിസ്മി അല്ലല്ലോ സുന്നത്താണ് കുളിയിലും. അതിൽക്കുൽ ബദനി ശരീരം തേച്ചുകല് സുന്നത്താണ്. അത് അഹദുൽ മാഹത്തിഫി ചുക്കിച്ചുളിഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വൽ മൽമത്തു വായിൽ വെള്ളം കൊപ്പിളിക്കണം. വൽ ഇസ്തിൻഷാഖു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. വത്തസ്രീസു 3 വട്ടം കൈകണം. ഇതൊക്കെ സുന്നത്താണ്. ഇതൊക്കെ കുളിയിലും സുന്നത്താണ്. വസത്രുൽ ഔറത്തി ഫിൽ ഖൽവത്തി, ആളില്ലാത്ത സ്ഥലത്ത് ഔറത്ത് മറക്കണം. ആളില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യണം? ഔറത്ത് മറക്കണം. അത് സുന്നത്താണ്. ആളില്ലാത്ത സ്ഥലത്ത് ഔറത്ത് മറക്കൽ സുന്നത്ത്. അപ്പോൾ ആളുള്ളടത്ത് നിർബന്ധമാണ്. ഔറത്ത് ആളുള്ളടത്താവുമ്പോൾ പിന്നെ ഔറത്ത് മറച്ച് തന്നെ നിൽക്കണം. ശ്രദ്ധിക്കണം. അവിടെ ഏതാണ് ഔറത്ത് എന്ന് വെച്ചാൽ ചെയ്യണം. പുരുഷനാവുമ്പോൾ മുട്ടുവെക്കലിടെ സ്ഥലം നിർബന്ധമായിട്ട് മറക്കണം. പെണ്ണാവുമ്പോൾ പെണ്ണിന് ഔറത്തുണ്ട്. പെണ്ണിന് അന്യപുരുഷന്മാരുണ്ടെങ്കിൽ പുല്ല് മറക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പ്രശ്നം. അപ്പം അന്യപുരുഷന്മാരിലോടത്ത് പെണ്ണുങ്ങൾ ഒന്നും ഉണ്ടാക്കരുത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വൽ വുളു ഖബലഹു, വുളുവിൻ്റെ കുളിയുടെ മുമ്പൊരു വുളു സുന്നത്തുണ്ട്. വ ഷഹാദത്താനി ആഖിറഹു, വുളു കഴിഞ്ഞാൽ ഷഹാദത്ത് കലിമയും സുന്നത്താണ്.